ഹായ് മച്ചാമാരെ, എയർ കൂളിംഗ് പത്തനംതിട്ടയുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പം ഇവിടെ നിന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതൊരു കാസറ്റ് എ സിയുടെ ഒരു ഔട്ട്ഡോർ ആണ് കേട്ടോ. അപ്പോൾ ഈ എ സിക്ക് എന്താ കംപ്ലയിൻറ്റ് വെച്ചാൽ ഇതിൻ്റെ കംപ്രസർ പോയിട്ടുണ്ട്. ഇത് കംപ്രസർ ഹൈ ആംബിയർ കാണിച്ചിട്ട് ഈ കംപ്രസർ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കംപ്രസർ മാറ്റി വേറൊരു പഴയ കംപ്രസർ വെക്കാനായിട്ട് നമ്മളോട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് പഴയ കംപ്രസറാണ്, സെയിം വാല്യൂ ഉള്ള ഒരു കംപ്രസറാണ്. അപ്പോൾ ഈ കംപ്രസർ നമ്മളിതിനകത്തേക്ക് മാറ്റാൻ പോകണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കപ്പാസിറ്റർ ഇട്ട് ഡയറക്റ്റ് ഇത് ചെക്ക് ചെയ്യാൻ പോകണം. കാരണം കോണ്ടാക്റ്റ് വഴിയാണ് ഇത് റൺ ചെയ്യിക്കുന്നത്. പക്ഷേ ഞാൻ ഡയറക്റ്റ് കൊടുത്തിട്ട് കപ്പാസിറ്റർ വഴി സപ്ലൈ കൊടുത്ത് ഞാനിത് ഓൺ ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കാം. നോക്കിക്കോണേ, ഇവിടെ കാണിച്ചോണേ. കണ്ടോ, 27 ആംബിയർ കാണിക്കണം. ഹൈ ആംബിയർ ആണ് കേട്ടോ. കണ്ടോ, 27 ഹൈ ആംബിയർ ആണ്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഈ ഹൈ ആംബിയർ കാണിച്ചുകൊണ്ട് ഈ കംപ്രസർ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അത്രയും ആംബിയർ കാണിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതിനെ ഫുള്ളൊന്ന് അഴിച്ചിട്ട് നമുക്ക് സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു 1, 2, 3 നട്ട് ബോൾട്ട് ഇട്ടാണ് ഈ കംപ്രസർ മുറുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ബാക്കിയൊക്കെ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റാക്കാം. നമുക്ക് വെടിയിക്കണം. അതുപോലെ തന്നെ അതിനകത്തെല്ലാം സംഭവങ്ങൾ വെടിയിക്കണം കേട്ടോ. എന്നാലേ കറക്റ്റായിട്ട് നമുക്കിത് വെൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. സ്റ്റാർട്ടിങ് റണ്ണിങ് കോമൺ. ഇത് കംപ്രസറിൻ്റെ നീഡിലാട്ടോ. നമുക്കിപ്പം വെൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാൻ. കാരണം ഇവിടെ ഹാർഡായിട്ടാണ് വരുന്നത്. നമ്മളിപ്പം ടോർച്ച് കൊണ്ടാണ് അടിക്കുന്നത്. കാരണം അതിന് ചില പ്രഷർ കുറവാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മുടെ പോർട്ടബിളായിട്ടുള്ള വെൽഡിംഗ് ടോർച്ച് വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. നമുക്കിത് വെൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഞാനിവിടെ നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നേക്കുന്നത്. കാരണം കംപ്രസറിൽ നിന്ന് കുറച്ച് ലെങ്ത് വിട്ടിട്ട് ഇതാണല്ലേ, കുറച്ച് കയറ്റിയാണ് ഞാനെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ അത് ഏകദേശം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമ്മളവിടെ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് പകരം നമുക്ക് കുറച്ചും കൂടെ അവിടെ ഇട്ട് കട്ട് ചെയ്യാം. സ്മൂത്തായിട്ട് നമുക്കിതിനെ അയച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ഓയിൽ ചേർത്ത് കേട്ടോ.
നമ്മൾ 3 നട്ട് ഉണ്ടായിരുന്നു, ആ നട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ സെക്ഷൻ ഡിസ്ചാർജ് നമ്മൾ പൈപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാം. ഇതാണ് AC-യുടെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പാർട്സ്, കംപ്രസർ എന്ന് പറഞ്ഞാൽ കേട്ടോ. കംപ്രസറിലാണ് ഏറ്റവും വലിയ പമ്പിങ് ഇരിക്കുന്നത്, മെയിനായിട്ടുള്ള പാർട്സാണ് കേട്ടോ. ഓരോ ലൈനുകളായിട്ട് നമുക്ക് കറക്റ്റ് വെൽഡ് ചെയ്യാനുണ്ട്. നമുക്കിവിടെ വെച്ച് കട്ട് ചെയ്യണം, കാരണം ലെങ്ത്ത് നമ്മൾ കൂടുതലാണ്, കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. കാരണം നമ്മൾ കറക്റ്റായിട്ട് തന്നെ എപ്പോഴും കട്ട് ചെയ്യാൻ പാടില്ല, കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണം കട്ട് ചെയ്യാനായിട്ട്. നമ്മളങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സ്വിച്ച് ചെയ്തിട്ടാണ് നമ്മൾ കേട്ടേണ്ടത്. പക്ഷേ നമ്മുടെ സ്വിച്ചിങ് ടൂള് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്ലെയർ വെച്ച് നമുക്ക് ഇതിനൊന്ന് വലുതാക്കി കൊടുക്കാം. എത്രയും കയറിയാൽ മതി, ഓക്കെ ഉണ്ടല്ലേ, എത്രയും കയറിയാൽ മതി. അത്യാവശ്യത്തിന് കയറിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നോളും. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യത്തിൽ. ഇനി നമുക്ക് അക്യൂമുലേറ്ററിൽ വരുന്നത് നമ്മൾ റൈസ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിന് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഈ ഭാഗത്താണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഈ ഫാമിലി നടത്താണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവിടെ അടിക്കണം. ഇവിടെ ഈ കർവ് വരുന്നിടത്ത് നമുക്ക് വെൽഡിങ് പറ്റുന്നതല്ല. പിടിക്കാം.
നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് വെൽഡിങ് ചെയ്യാനായിട്ട് സ്വിച്ച് ചെയ്യാനുണ്ട്. സ്വിച്ചിൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഏകദേശം നമ്മൾ സെറ്റിങ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ 2 ലൈനും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് നമ്മളിനി ഇവിടെ വെൽഡ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ഓക്കെ, വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് നട്ട് ബോൾട്ടിട്ട് മുറുക്കണം കേട്ടോ. വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലതാണ്. നമ്മൾ ഫുള്ള് നട്ട് ബോൾട്ട് ഇട്ട് മുറുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈബ്രേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓയിലിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ച് കളയണം, അല്ലെങ്കിൽ റൈസ് ചെയ്യുമ്പം ഒരു കത്താൻ സാധിക്കും. ഇനി നമുക്ക് വെൽഡിങ്ങിലേക്ക് പോകണം. അതിനായിട്ട് വെൽഡിങ്ങിലേക്ക് പോകാം. നമുക്കിനി ബ്രേസ് ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് വേറെ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഗ്യാസ് ഫുള്ള് കളഞ്ഞ് ഇത് സെറ്റ് ചെയ്ത് വെച്ചു. ഈ വാൽവ് ഓപ്പൺ ആണോ എന്ന് നോക്കണം കേട്ടോ. ഇങ്ങോട്ട് കാണിച്ച്, ഈ വാൽവ് എപ്പോഴും ഓപ്പൺ ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വെൽഡ് ചെയ്യാവൂ. ഓക്കെ, നമുക്ക് പതുക്കെ വെൽഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഒരെണ്ണം നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വെൽഡ് ചെയ്യാം. എവിടെ കിട്ടുന്ന നോക്കി നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെൽഡിങ്ങൊക്കെ പക്കായിട്ട് വെൽഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ വെൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതിനെ കുറിച്ച് ഇനി ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രഷർ കയറ്റണം. പ്രഷർ കയറ്റി ഇതിൻ്റെ ലീക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിനൊരു തണുക്കട്ടെ. ഓക്കെ, ഇത് പക്കയായിട്ടുണ്ട്. ഇത് തണുത്തിട്ടുണ്ട് വെൽഡ് ചെയ്തതൊക്കെ. ഇനി നമുക്കിതിനെ പ്രഷർ കയറ്റി ഒന്ന് ലീക്കൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ആദ്യം നമ്മളൊരു ഡിസ്ചാർജ് വാൽവ് നമ്മൾ ക്ലോസ് ചെയ്യണം. ഡിസ്ചാർജ് വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം രാവിലെ ഇറങ്ങി ഭക്ഷണം ഇത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ കയറ്റുമ്പോൾ പ്രഷർ പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ പ്രഷർ ഈ ചാർജ് ലൈനിലൂടെ കയറ്റി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് കയറി പോകണം. രണ്ട് വഴി കൂടെ പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത്
ഇത് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ ബോസ്, ഇനി അടുത്ത് നമുക്ക് ചാർജ് നമുക്ക് കയറ്റാനുണ്ട്. അതിനായിട്ട് നമുക്ക് ഇവിടെ കംപ്രസറാണ് ഉപയോഗിക്കുന്നത്. ഒരു അപ്പം നമ്മളിപ്പം പ്രഷർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രഷർ കയറുന്നുണ്ടേ, അല്ല പ്രഷർ കയറുന്നുണ്ട്. ഓക്കെ, കുറച്ച് പ്രഷർ കയറട്ടെ. അതിനായിട്ട് നമുക്ക് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ലീക്ക് നോക്കാം. ഇവിടെ ലീക്കിങ് ആവുന്നുണ്ടോ എന്ന്. ഒന്നുമില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ലീക്ക് വരാൻ ചാൻസ് ഇല്ല, എന്നാലും നമ്മൾ ലീക്ക് നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇരുന്നൂറ് പ്രഷർ ആകുന്നു കേട്ടോ. ഒരു 250 പ്രഷർ വരെ നമുക്ക് ഇടണം, എന്നാലും നമുക്ക് കറക്റ്റ് ലീക്ക് കാര്യങ്ങൾ അറിയത്തുള്ളൂ കേട്ടോ. $250. അത്രയും മതി പ്രഷർ. നമുക്കിനി കംപ്രസർ ഓഫ് ചെയ്യാം. കംപ്രസർ ഓഫ് ചെയ്തേക്കാം. ഓക്കെ, ഇത്രയും പ്രഷർ മതി കേട്ടോ. നമുക്ക് അത്യാവശ്യം ലീക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു പ്രഷർ തന്നെ ധാരാളം ആണ്. നമുക്ക് കുറച്ച് നേരം നമുക്ക് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ലീക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ബാക്കി കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അതുകൂടെ നമുക്ക് ചെയ്യാം.
അത് ന്യൂട്രൽ ലൈനാണ്. അടുത്തതായിട്ട് നമുക്ക് ഇത് ഫേസാണ് സപ്ലൈ. ഓക്കെ, കോണ്ടാക്ടർ. നമുക്ക് ഇത് ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് സംശയത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അയച്ചു നോക്കണം. സ്റ്റാർട്ടിങ് ആണോ റണ്ണിങ് ആണോ കോമൺ ആണോ എന്നൊക്കെ നമുക്ക് ഒന്നുകൂടെ നോക്കണം കേട്ടോ. ഇവിടുന്ന് അഴിച്ചുകൊണ്ട് വന്ന ഒരു ഓർമ്മയിൽ ഞാനങ്ങ് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ നോക്കുന്നത് നല്ലതാണ്. അടപ്പിരിഞ്ഞതിന് വീണ്ടും കംപ്രസർ പോകാൻ ചാൻസ് ഉണ്ട്. നീല റണ്ണിങ്, മഞ്ഞ കോമണ്, ബ്ലാക്ക് സ്റ്റാർട്ടിങ്. ഓക്കെ, ശരിയാണ് കേട്ടോ. കവറോടെ നമുക്ക് ഇടണം. സ്പൂൺ ഇല്ല. ഇല്ല. ഓക്കെ, ചാർജ് ഉണ്ടോ അവിടെ? അപ്പോൾ ഗൈസ്, നമ്മുടെ പണി ഏകദേശം ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബാക്കി കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ കംപ്രസർ പോകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ AC കോയിൽ ബ്ലോക്ക് ആയിരുന്നു. കോയിൽ ബ്ലോക്ക് സർവീസിങ് നന്നായിട്ട് ചെയ്തില്ല. ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലും ഇത് കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടായത് കേട്ടോ. നമ്മളെന്തായാലും ഇത് ഫുൾ വാട്ടർ സർവീസൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടൻസർ കോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതാണല്ലേ, കുറച്ച് പഴക്കമുള്ളത്. എന്നാലും തന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് സർവീസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കോയിൽ. പിന്നെ ഇനിയിപ്പം എന്തായാലും കുഴപ്പം വരത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ എന്തായാലും സർവീസിങ് ഒക്കെ വളരെ പക്കായിട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ AC ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിപ്പം കംപ്രസറിനകത്തെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പ്രഷർ ഇപ്പം ഞാൻ ഇട്ടിരിക്കുകയാണ്. പ്രഷർ എന്തായാലും കുറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി എന്തായാലും ഞങ്ങൾക്ക് ഈ AC തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. തിരിച്ച് നമുക്ക് AC ഫിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം തുടച്ചൊന്ന് വൃത്തിയാക്കാനുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാനുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.